നമസ്കാരം, ഞാൻ സൂര്യവാസൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. സംഘടിച്ച് മുന്നോട്ട്. നോട്ട് അസാധുവാക്കൽ പ്രതിസന്ധിയിൽ പോരാട്ടത്തിനൊരുങ്ങി പ്രതിപക്ഷം. കറൻസി പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ UDF ധർണ. സഹകരണ പ്രതിസന്ധി ഇടപെടൽ ആവശ്യപ്പെട്ട് മുന്നണി നേതാക്കൾ ഇന്നലെ രാഷ്ട്രപതിക്ക് നിവേദനം നൽകിയിരുന്നു. നോട്ട് അസാധുവാക്കലിനെ തുടർന്ന് സഹകരണ രംഗത്തുണ്ടായ പ്രതിസന്ധി കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും സാധാരണക്കാരന്റെ ജീവിതത്തെയും പ്രതികൂലമായി ബാധിച്ചു. കേരളത്തിന്റെ ആവശ്യം കേൾക്കാൻ തയ്യാറാകാത്ത മോദിയുടെ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് നേതാക്കൾ. AK ആന്റണി ഉദ്ഘാടനം ചെയ്ത ധർണയിൽ കോൺഗ്രസ് MPമാരും MLAമാരും. അതേസമയം നോട്ട് അസാധുവാക്കൽ വിഷയത്തിൽ ഡൽഹിയിൽ പ്രതിഷേധിക്കണമെന്ന നിർദ്ദേശം UDFൽ ഉന്നയിച്ച ഉമ്മൻചാണ്ടി അവസാന നിമിഷം യാത്ര റദ്ദാക്കിയത് DCC പുനഃസംഘടനയിലെ അതൃപ്തി മൂലമെന്ന് സൂചന. നടക്കാനിരിക്കുന്ന KPCC പുനഃസംഘടനയിൽ അർഹമായ പ്രാതിനിധ്യം ലഭിച്ചില്ലെങ്കിൽ A ഗ്രൂപ്പ് കടുത്ത നിലപാടുകൾ സ്വീകരിച്ചേക്കും. നാശം വിതച്ച് വർധ. തമിഴ്നാടിന്റെ തീരങ്ങളെ കശക്കിയെറിഞ്ഞ വർധ ചുഴലിക്കാറ്റ് ദുർബലമാകുന്നു. മർദ്ദം കുറഞ്ഞു വരികയാണെന്നും കാറ്റ് തെക്കു പടിഞ്ഞാറൻ ദിശയിലേക്ക് മാറുകയാണെന്നും കാലാവസ്ഥാ കേന്ദ്രം. ചെന്നൈ ഉൾപ്പെടെ സംസ്ഥാനത്തെങ്ങും വർധ വിതച്ച നാശത്തിന്റെ ദുരന്തമുഖങ്ങൾ മാത്രം. കൊടുങ്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം 18 തമിഴ്നാട് സർക്കാരിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം. വടക്കൻ ജില്ലകളെ സാധാരണ നിലയിലാക്കാൻ 1000 കോടി രൂപ ധനസഹായം ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് പനീർശെൽവത്തിന്റെ കത്ത്. ചെന്നൈ, കാഞ്ചീപുരം, നാഗപട്ടണം, തിരുവള്ളൂർ എന്നിവിടങ്ങളിൽ ഇന്നും ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്ത് തകരാറിലായ വൈദ്യുതി ടെലിഫോൺ സേവനങ്ങൾ ഇനിയും പുനഃസ്ഥാപിച്ചിട്ടില്ല. വടക്കൻ ജില്ലകളിൽ 6700 കോടിയുടെ നഷ്ടമുണ്ടായതായി വാണിജ്യ സംഘടനകൾ. പൊതുഗതാഗത സംവിധാനം സാധാരണ നിലയിലാകാൻ ഇനിയും സമയമെടുക്കുമെന്ന് സർക്കാർ. ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് സർവീസുകൾ പുനരാരംഭിച്ചു. റിജ്ജുവിന് കുരുക്ക്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജ്ജുവിനെതിരായ അഴിമതി ആരോപണത്തിൽ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. 450 കോടിയുടെ ക്രമക്കേടിൽ ഉടൻ വിശദീകരണം നൽകണമെന്നും റിജ്ജു രാജിവെക്കണമെന്നും ആവശ്യം. ആഭ്യന്തര സഹമന്ത്രിക്കെതിരായ ആരോപണം അരുണാചലിൽ അണക്കെട്ട് നിർമ്മിക്കാനെന്ന പേരിൽ സർക്കാർ ഫണ്ട് തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്ന്. 2014 തന്റെ ബന്ധുവായ കോൺട്രാക്ടർക്ക് ഫണ്ട് അനുവദിക്കാൻ റിജ്ജു സ്വാധീനം ചെലുത്തിയെന്നും റിപ്പോർട്ട്. മന്ത്രിയുടെ ബന്ധു അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ശബ്ദരേഖ പുറത്തുവിട്ട് ദേശീയ മാധ്യമം. ആരോപണങ്ങൾ വ്യാജമെന്ന് പ്രതികരിച്ച് കിരൺ റിജ്ജു. ഡാം നിർമ്മാണത്തിനായി ഭൂരിപക്ഷം തുകയും അനുവദിച്ചത് BJP സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപെന്നും ഇത്തരം വാർത്തകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ ചെരുപ്പ് കൊണ്ടായിരിക്കും കൈകാര്യം ചെയ്യുകയെന്നും പ്രതികരണം. കണ്ണില്ലാത്ത ക്രൂരത. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സിറിയയിൽ സൈന്യം സാധാരണക്കാരെ നിഷ്കർണം വെടിവെച്ച് കൊല്ലുന്നതായി ഐക്യരാഷ്ട്രസഭ. വീടുകളിൽ കയറിയും തെരുവുകളിലും സൈന്യം നിരപരാധികളെ കൊലപ്പെടുത്തുന്നു. വിമത സ്വാധീന മേഖലകൾ തിരിച്ചുപിടിക്കാൻ രാജ്യത്ത് അരങ്ങേറുന്നത് സമാനതകളില്ലാത്ത മനുഷ്യാവകാശ ലംഘനങ്ങളെന്നും UN റിപ്പോർട്ട്. വിമത സ്വാധീനമുള്ള വടക്കൻ അലപ്പോയിലെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും 100ഓളം കുഞ്ഞുങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 10,000 പലായനം ചെയ്തതായും റിപ്പോർട്ട്. രാജ്യം സംയമനം പാലിക്കണമെന്നും മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്നും ലോകരാഷ്ട്രങ്ങൾ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.